ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം. പക്ഷേ കുറച്ച് റിസ്ക് പിടിച്ച യാത്രയാണ്. അതിലുപരി പ്രകൃതിരമണീയമായിട്ടുള്ള കാഴ്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പം വരുന്ന റോഡെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. ഫുള്ള് കയറ്റമാണ് കേട്ടോ. കയറ്റമെന്ന് വെച്ചാൽ അതുപോലെ ഈ റോഡിനെ കുറിച്ച് അറിയാവുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്കും മാത്രം ഇതുവഴിയൊക്കെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് പുതിയതായിട്ട് വെളിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇച്ചിരി പാടുപെടും വണ്ടിയും കൂടെ പോകണമെങ്കിൽ. ഇപ്പം തന്നെ ഉണ്ടല്ലോ ജീപ്പൊക്കെ വന്ന് കയറുന്നില്ല. അപ്പോൾ താഴേന്ന് ആ രീതിക്ക് കയറി വന്നെങ്കിലേ വണ്ടി കയറി പോകത്തുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് ഫ്രണ്ടിലോട്ട് കയറിപ്പോകാം. കാരണം എന്ന് പറഞ്ഞാൽ റോഡ് ഭയങ്കര മോശം. അതാണ് അപകടങ്ങളൊക്കെ ഇപ്പം വേണമെങ്കിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് അത്യാവശ്യം പരിചയമുള്ളവരെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടല്ലേ പറഞ്ഞു തീർന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനോട് ഒരു വണ്ടി മറിഞ്ഞ് കിടപ്പുണ്ട്, ജീപ്പ്. അതും ബ്രേക്ക് അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി മറിഞ്ഞതാണ്. പക്ഷേങ്കിൽ ദൈവം സഹായിച്ചിട്ട് ആൾക്കാർക്ക് വലിയ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. നമ്മളിപ്പം കാട്ടിക്കറി ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടില്ലേ, ഇതുപോലത്തെ റോഡുകളാണ്. കാരണം ഫുള്ള് ഇനി ഓഫ് റോഡായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നത് വരെ ഓഫ് റോഡും കാര്യങ്ങളും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ കാട്ടി സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അമ്പലത്തിൻ്റെ പേര് ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഇട്ടതെന്ന് വെച്ചാൽ ഒരു 3-4 പാർട്ടായിട്ട് ഇട്ടത്. അതും ലെങ്ത് വീഡിയോ ആയിരുന്നു കേട്ടോ. ഒരു 17 മിനിറ്റ് 15 മിനിറ്റ്. അതുകൊണ്ട് അധികം ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സങ്കടം. കാരണം നമ്മൾ കുറേ റിസ്ക് എടുത്താണ് വീഡിയോ എടുത്തത്. അപ്പം ആരും കാണാതെ പോയപ്പോൾ മനസ്സിനൊരു സങ്കടം. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോയുടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ബൈക്കിന് പോകുന്നുണ്ട്. പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ആവശ്യം നിർത്തി നമ്മുടെ സൗകര്യത്തിന് കാഴ്ചകളും കണ്ട് എന്തെങ്കിലും കണ്ടും കിട്ടുമൊക്കെ പോകാം. അതുകൊണ്ടാണ് ബൈക്കിന് പോകുന്നത്. പക്ഷേ ബൈക്കിന് പോയ റിസ്ക് എന്ന് വെച്ചാൽ പൊടി കണ്ടുപോകാനും പൊടി തിന്നണം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കണ്ടും കിട്ടുമൊക്കെ പോകാൻ പ്രത്യേക ഒരു രസമാണ്. കാരണം എനിക്ക് ഇതുപോലുള്ള റിസ്ക് പിടിച്ച യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഓഫ് റോഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ കാട്ടിക്കൂടൊക്കെ പോകുന്നത്. അതും നിങ്ങളും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഞാൻ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാര്യം എന്ന് വെച്ചാൽ അതുപോലെ അത്രയ്ക്ക് പ്രകൃതി ഭംഗി അതുപോലെ കാര്യങ്ങളാണ്. പക്ഷെ നേരിട്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് കണ്ടനുഭവിച്ചാലേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്കും വരത്തില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുകയോ എടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴല്ലേ ഈ റോഡിൽ ഈ വലിയ കല്ലുകളും മരത്തിൻ്റെ വേരും കാര്യങ്ങളും എല്ലാം ഉണ്ട് റോഡിൽ. അതാണ് വലിയ വിഷയം. ഇപ്പോഴാണ് ഇച്ചിരിയുടെ വീതിയൊക്കെ കൂടി കേട്ടോ. നേരത്തെ ഇത്രയും പോലും വീതിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവരാത്രിക്കും മാസപൂജയ്ക്കും മാത്രമേ ഉള്ളൂ നട തുറക്കുന്നത്. അല്ലാതെ ഡെയിലി പൂജയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഡെയിലി പൂജയും കാര്യങ്ങളും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ പോക്കുവരവിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ. കാരണം എല്ലാ ദിവസമൊന്നും കാരണം അങ്ങനെ വരാനെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കയറാനുള്ള അലൗഡ് ഇല്ല. ഫോറസ്റ്റുകാർ നമ്മളെ കയറ്റി വിടത്തില്ല. കാരണം ഇവിടെയൊക്കെ ഫുള്ള് ആനയും കാര്യങ്ങളും എല്ലാ വന്യജീവികളും ഉള്ള സ്ഥലമാണ്. ഇന്ന് പിന്നെ ഈ വണ്ടിയും കാര്യങ്ങളും ആൾക്കാരുടെ ഒച്ചയും ബഹളമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കുറച്ചുകൂടെ ഉള്ളിലോട്ട് വലിഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഫുള്ള് ആനയുടെയൊക്കെ ഫുള്ള് കേന്ദ്രമാണ് കേട്ടോ. അവരൊക്കെ കിടന്ന് വിഹരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. കണ്ടില്ലേ, ജീപ്പൊക്കെ വന്ന് ഒരു 2 വണ്ടി സൈഡ് കൊടുക്കാൻ പറയാം. മുട്ടിയില്ല എന്നൊക്കെ രീതിയിലൊക്കെ വണ്ടിയും കൊണ്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഇറക്കമെന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് പിടിച്ച് ഇറക്കുക. കാരണം ഞാനൊക്കെ 2 കാലം ഇട്ട് ഒരച്ചൊരച്ച പോകുന്നത്. അല്ലേ പേടിയാണ്. കാരണം ഒന്നാമതേന്ന് വീണേൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അതുകൊണ്ടാണ്. കണ്ടില്ല, നമ്മൾ ബൈക്കിലൊക്കെ പോയാൽ അത്രയും ശ്രദ്ധിച്ച് പോകാം. അത്രയും ശ്രദ്ധിച്ച് വേണം പോകാനൊക്കെ. നമ്മൾ വലിയ അഹങ്കാരം എടുത്ത് എന്താ പറയുക, അങ്ങനെ ഇങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കും എന്നൊന്നും പറഞ്ഞ് പിന്നെ പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത്രയും നമ്മൾ നോക്കിപ്പോകാൻ പറ്റും, അത്രയും നോക്കിപ്പോയാലേ പറ്റത്തുള്ളൂ. ചില കല്ലയിലൊക്കെ കയറി കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിൽക്കത്തുള്ളൂ, കയറത്തല്ലോ. പിന്നെ നല്ല ഇഷ്ടം. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുന്ന പിക്കപ്പും ജീപ്പുമാണ്. പിക്കപ്പിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അങ്ങനത്തെ ചിലർ ഡെസ്ക് ബെഞ്ചൊക്കെ ഇട്ട് വരുന്നവരുണ്ട്. അല്ലാത്തവർ ഇരുന്നും വരുന്നവരെല്ലാം ഉണ്ട്. അല്ലാതെ നോർമലി വണ്ടി കൊണ്ട് വരുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ ഇച്ചിരി പാടാണ്. എന്നാലും എന്താ പറയുക, ജീപ്പും പിക്കപ്പൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ അമ്പലം എത്തി. ഇതാണ് ആലുവാങ്കുടി ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു തൊഴുത്തിട്ടൊക്കെ തിരിച്ച് വന്ന്. കണ്ടില്ലേ, ഇപ്പം തന്നെ ഇതെല്ലാം അമ്പലത്തിൻ്റെ ഗ്രൗണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാമല്ലോ ഇവിടുത്തെ ഏകദേശം ഒരു തിരക്കിൻ്റെ ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ. കാരണം ഭയങ്കര തിരക്കാണ്. ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളുണ്ട്. ഫുള്ള് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ പെട്ടെന്നിട്ടൊന്ന് ഓടിച്ചിട്ടൊന്ന് കാണാം കേട്ടോ. ഇഷ്ടംപോലെ കളിപ്പാട്ടക്കാരൊക്കെ ഉണ്ട്.
കളിപ്പാട്ടക്കാരും ഐസ്ക്രീംകാരും വെള്ളക്കാരും എല്ലാവരും ഉണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ വീഡിയോക്കകത്ത് കാണുന്നതിലോട്ടല്ല, നേരിട്ട് കാണുമ്പം പ്രത്യേക ഒരു ഇതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അതിശയപ്പെട്ടു പോകും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വനപ്രദേശത്ത് ഇത്രയും ജനങ്ങൾ എവിടുന്ന് വന്നെന്ന് സത്യം പറയാമല്ലോ ഞാൻ തന്നെ ചിന്തിച്ച് പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടുകാരല്ല ഏറ്റവും കൂടുതൽ, കാരണം എല്ലാം വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ. കാരണം ഓരോ ആൾക്കാരും പറഞ്ഞും കേട്ടും കണ്ടു പറഞ്ഞിങ്ങനെ അങ്ങനെ കുറേ ആൾക്കാർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്നവരുണ്ട്. എല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു. കാരണം കണ്ടില്ലേ, മാല വള കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറുകിട കച്ചവടക്കാരെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ പിന്നെ പായസം വെക്കുന്ന ഏരിയകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അന്നദാനത്തിന് നമുക്ക് ഒരു ക്ഷാമവും ഇല്ല കേട്ടോ. കാരണം ഇഷ്ടം പോലെ ചോറാണെങ്കിലും കഞ്ഞിയാണെങ്കിലും പുഴുക്ക് വർഗ്ഗങ്ങളാണെങ്കിലും പായസമാണെങ്കിലും എല്ലാം അവരവർ ആവശ്യത്തിന് കഴിക്കും. കാരണം ഓരോരുത്തരും നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന വഴിപാടാണ്. കാരണം നമ്മൾ വരുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതുപോലെ ഇഷ്ടം പോലെ ഭക്ഷണത്തിന് ഒരു ക്ഷാമവും ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ വരാൻ എന്തായാലും, കാരണം നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതും അതൊരു വേറെ ഒരു ഇത് തന്നെ കേട്ടോ. കാരണം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു നല്ലൊരു എന്താ പറയുന്നത്, പ്രത്യേക ഒരു മനസ്സിനൊരു, നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറി കിട്ടും. മനസ്സിന് പ്രത്യേക ഒരു കുളിർമയും കാര്യങ്ങളെല്ലാം കിട്ടും നമുക്ക്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത്. കാരണം കുറേ ഉണ്ട്, ഞാൻ നേരത്തെ ഓൾറെഡി ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് പിന്നെ എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരും മിസ് ചെയ്യല്ല, എല്ലാവരും കാണണം.